മുതലാളി 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 എന്താ പറ്റി മുതലാളി? മുതലാളിക്ക് എന്താ പറ്റി? മുതലാളി പറ്റുന്നില്ല നന്ദീശ. എന്താ എന്താ പറ്റി മുതലാളി? മുതലാളി 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 എന്താ മുതലാളി? എന്തെങ്കിലും ഒന്ന് പറ മുതലാളി, പറ മുതലാളി. ഒരു നിമിഷം എന്താ അവിടെ ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലായില്ല. മുതലാളി തല ചുറ്റി വീണു. എനിക്കൊന്നും മനസ്സിലായില്ല. അകത്തുപോയി നോക്കാമെന്ന് ഞാൻ വിചാരിച്ചപ്പോ ആരോ ഒരാൾ കുഞ്ഞിനെ എടുത്ത് അതിന്റെ കൂടെ കളിച്ച് അതിനെ കളിപ്പിച്ച് നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ട ഉടനെ അവര് നമ്മുടെ വീട്ടിലുള്ള ആളല്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് അവിടെ എന്താ നടക്കുന്നതെന്ന് ഞാൻ മറഞ്ഞു നിന്ന് വീക്ഷിച്ചു. എന്തു ഭംഗിയാ നിന്നെ കാണാൻ. എന്റെ മകന്റെ രക്തത്തിൽ നിന്നുണ്ടായവനാണ് നീ. നീ എന്റെ കൊച്ചുമകനാണ്. ഈ സുന്ദരമായ മാളികയിൽ ഒരു മഹാരാജാവായിട്ട് നീ വളരണം. പക്ഷേ ഇപ്പൊ നീ ഒരു പാവപ്പെട്ട വീട്ടിലാണുള്ളത്. ഞാനിതിന് സമ്മതിക്കില്ല. നീ ഒരു രാജാവിനെ പോലെ ജീവിക്കണം. നീ നന്ദീശന്റെ കൂടെ ജീവിച്ചാൽ നിനക്കൊരു സുഖവും കിട്ടില്ല. നീ ദിഗ്വിജയന്റെ കൂടെയാണ് ജീവിക്കേണ്ടത്. ഈ വീടിന്റെ യുവരാജാവായി മാറണം നീ. ദിഗ്വിജയന്റെ കൂടെ നിന്നാലേ നാഗമാണിക്യം നിനക്ക് ലഭിക്കൂ. ആരായിരിക്കും അത്? കണ്ടിട്ട് എന്റെ അമ്മയെ പോലെ ഉണ്ടല്ലോ. എന്റെ കൊച്ചുമകൻ ഇനി മുതൽ ദിഗ്വിജയന്റെ മകനായി വളരും. ദിഗ്വിജയന്റെ മകൻ നന്ദീശന്റെ മകനായിട്ടായിരിക്കും വളരുക. ഈ വീടിന്റെ രാജാവാകാൻ എന്റെ കൊച്ചുമകനാണ് ഭാഗ്യം. എന്റെ കൊച്ചുമകൻ ഒരു പണക്കാരനായി മാറും. അമ്മ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? മുതലാളിയുടെ കുഞ്ഞിന്റെ സ്ഥാനത്ത് എന്റെ കുഞ്ഞിനെ കിടത്തുന്നു. എന്താ അമ്മ ഇങ്ങനെ ചെയ്യുന്നത്? തെറ്റല്ലേ ഈ ചെയ്യുന്നത്? വലിയ തെറ്റ അമ്മ ചെയ്യുന്നത്. മഹാമായി, ഇതെന്താണിത്? ഈ കുഞ്ഞിന്റെ കയ്യിൽ മറുകുണ്ട്, പക്ഷെ ആ കുഞ്ഞിന്റെ കയ്യിൽ മറുകില്ല. ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ഈ മറുകാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ മാറ്റിയ കാര്യം അവർ മനസ്സിലാക്കില്ലേ? മനസ്സിലാവാൻ പാടില്ല. നീ ഒരു കാര്യം ചെയ്യ. ഈ കുഞ്ഞിന്റെ തോളിൽ കാണുന്ന മറുകു പോലെ ആ കുഞ്ഞിനും വരയ്ക്ക്. അപ്പോൾ ആർക്കും അത് മനസ്സിലാവില്ല. ഒരു സംശയവും തോന്നുകയുമില്ല. രണ്ടാൾക്കും ഒരുപോലെയുള്ള മറുകുണ്ടെന്ന് കരുതിക്കോളൂ. ശരി മഹാമായേ. ദണ്ഡക, എനിക്ക് പോകാൻ സമയമായി. ദണ്ഡക, എന്റെ മന്ത്രശക്തിയുള്ള മയിൽപീലിയാണിത്. നീ ഇതുപയോഗിച്ച് കുഞ്ഞിന്റെ ദേഹത്ത് മറുകു വരയ്ക്ക്. മറക്കരുത്. ഞാൻ ജന്മം നൽകിയ എന്റെ കുഞ്ഞ് മുതലാളിയുടെ വീട്ടിൽ വളരാനോ? എന്റെ മകൻ അവരുടെ മകനാവാനോ? എനിക്ക് ജനിക്കാത്തൊരു കുഞ്ഞിനെ ഞാൻ വളർത്തണമെന്നോ? ഇല്ല, ഒരു കാരണവശാൽ എന്റെ കുഞ്ഞിനെ മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ കുഞ്ഞ് എന്റെ കൂടെ തന്നെ വളരണം. ആരാടാ നീ? എന്റെ കുഞ്ഞിന്റെ മേലുള്ള മറുക എന്തിനാണ് ഈ കുഞ്ഞിന്റെ മേലിൽ വരയ്ക്കുന്നത്? കുഞ്ഞിനെ മാറ്റാൻ നോക്കുന്നോ? നിന്നെ ഞാൻ
ഛേ, എന്താണ് സംഭവിച്ചത്? ഞാൻ മറുകു വരച്ചത് കുഞ്ഞിന്റെ പുറത്തായി പോയല്ലോ. ഇനി എന്ത് ചെയ്യും? എടാ, നിന്നെ ഞാൻ വിടില്ലടാ. നീ എന്റെ കുഞ്ഞിനെ മാറ്റൂലേ? മുതലാളിയുടെ കുഞ്ഞിനെ എന്ന് വെച്ചാൽ ത്രിവിക്രമനെ കൊച്ചമ്മയുടെ അടുത്ത് തന്നെ കിടത്തി. എന്റെ മകൻ തൃശൂലിനെ മധുമതിയുടെ അടുത്തും കിടത്തി. ഇവൻ എന്റെ മകനാണ്, എന്റെ പൊന്നുമോൻ. നീ എന്റെ കൂടെ വളരണം. നിന്നെ ഞാൻ വളർത്തി വലുതാക്കും, രാജാവാക്കും, മഹാരാജാവാക്കും. ഇവൻ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? നിന്നെ ഞാൻ... നീ പോയില്ലേ ഇവിടുന്ന്? കുട്ടികളെ തിരിച്ച് യഥാസ്ഥാനത്ത് കൊണ്ട് വെച്ചല്ലേ? ഇത് ഞാൻ മഹാമായോട് പറയും. എടാ, നീ ജീവിച്ചിരുന്നാലല്ലടാ പറയുള്ളൂ. അയ്യോ, ഞാനെന്താണ് ഇവിടെ കിടക്കുന്നത്? എന്തു പറ്റി എനിക്ക്? ഗോവിന്ദ, നീ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? അയ്യോ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല അമ്മായി, ഇവിടെ രാത്രിയിലെ എന്തെങ്കിലും പാർട്ടി ഉണ്ടായിരുന്നോ? ഇല്ലല്ല. എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ വിചാരിച്ചു രാത്രി ഇവിടെ പാർട്ടി നടന്നു, അതിൽ ഞാൻ ശരിക്കും കുടിച്ചിട്ട് ബോധം പോയി ഈ പടിയിൽ കിടന്നു കാണുന്നു. എന്താ, നീ ഇവിടെയാണോ കിടന്നത്? എനിക്കെന്താ സംഭവിച്ചത്? നന്ദീശൻ അവിടെ? അയ്യോ മോനെ, നിന്നെ ശ്രദ്ധിക്കാതെ ഞാൻ ഉറങ്ങിപ്പോയോ? വാ വാ മോനെ. ദിഗ്വിജയ, എവിടെയായിരുന്നു നീ ഇതുവരെ? കുറച്ച് തിരക്കുണ്ടായിരുന്നു അമ്മേ. അമ്മേ, എനിക്ക് എന്റെ മോനെ കാണാൻ പറ്റുമോ? പോയി കാണടാ. വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? കാണാൻ നിന്നെ പോലെ തന്നെയുണ്ട്. ചെല്ലിയല്ലേ? ചേട്ടാ, എവിടെ പോയതാ? ഈ സമയത്ത് എന്റെ കൂടെ ഉണ്ടാവണമെന്ന് തോന്നിയില്ലേ നിങ്ങക്ക്? നിന്നെ വിട്ട് ഞാൻ എവിടെ പോനാ മധു? മുതലാളി അത്യാവശ്യം ജോലി ഏൽപ്പിച്ചിരുന്നു, അതുകൊണ്ടൊന്ന് കൂടെ പോയതാ. ചേട്ടാ, കുഞ്ഞാണാണ്. ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഇത്തിരി സമയം തരൂ. ശരിയാ മധു നീ പറഞ്ഞത്. എന്താ കുഞ്ഞിനെ എടുക്കുന്നില്ലേ? എന്തിങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ആൺകുട്ടി ഉണ്ടായതിന്റെ ഒരു സന്തോഷം പോലും ഇല്ലേ? കുഞ്ഞുണ്ടായ സന്തോഷം മാത്രമല്ല മധു എനിക്ക്, ആ കുഞ്ഞിനെ രക്ഷിച്ചതിന്റെ അഭിമാനവും സന്തോഷമുണ്ട് എനിക്ക്. രക്ഷിച്ചെന്നോ? എന്താ നിങ്ങളീ പറയുന്നത്? ഒന്നുമില്ലടി, നീ കൊച്ചിരുന്നാ. രാജാവാ നീ, എന്റെ രാജാവ്. മധു, ഇവൻ ഒരു കുറവുമില്ലാതെ നമുക്ക് വളർത്തണം, വലിയ ആളാക്കണം. ഒരു കുറവും വരുത്തരുത്, മിടുക്കനായിട്ട് വളരണം. അതെ ചേട്ടാ, നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടൊന്നും ഇവൻ അറിയരുത്. സന്തോഷം മാത്രമേ നമ്മൾ ഇവന് കൊടുക്കാൻ പാടുള്ളൂ. പൊന്നുമോനെ, അച്ഛൻ നിന്നെ കഷ്ടപ്പെട്ട രക്ഷിച്ചേ. നിന്നെ ഞാൻ വളർത്തി വലുതാക്കൂടാ. എന്റെ മകനാ നീ, എന്റെ രാജകുമാരൻ. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയമ്മേ. ദിഗ്വിജയുടെ വീട്ടിൽ വളരാൻ വേണ്ടി ഏത് കുഞ്ഞിനെയാണോ മാറ്റിയത്, ആ കുഞ്ഞ് ദിഗ്വിജയുടെ വീട്ടിൽ വളർന്നില്ലമ്മേ, പകരം എന്റെ വീട്ടിൽ വളർന്നു. എന്റെ കുഞ്ഞൊരു പണക്കാരനായിട്ട് വളരണമെന്നുള്ള ഉദ്ദേശത്തില് അമ്മ മാറ്റിയതെന്ന് എനിക്കറിയാം. പക്ഷെ അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല അമ്മേ. എന്നിലെ അച്ഛൻ അതിന് അനുവദിച്ചില്ല. എന്റെ മകൻ എന്റെ കൂടെ തന്നെ വളരണമെന്നുള്ള സ്വാർത്ഥതയായിരുന്നു എനിക്ക്. ആ സ്വാർത്ഥത തടസ്സം നിന്നു. അതുകൊണ്ട് തൃശൂലിനെ ഞാൻ തന്നെ വളർത്തി. അവൻ ഒരു കുറവും വരുത്തില്ല. നല്ല ഗുണങ്ങൾ,
നല്ല പെരുമാറ്റം എല്ലാം കണ്ട അവൻ വളർന്നത്. തൃശൂൽ എന്റെ മകനാണ്. ത്രിവിക്രം നിങ്ങളുടെ കൊച്ചുമോനല്ല. തൃശൂൽ മുതലാളിയുടെ മകനാണെന്ന് പറഞ്ഞത് കളവാണമ്മേ. അവൻ അവരുടെ മകനല്ല. അവരുടെ മകൻ ത്രിവിക്രമനാണ്. കൊച്ചമ്മയ്ക്കുണ്ടായത് ത്രിവിക്രമനാണ്. മധുമതിക്കുണ്ടായത് തൃശൂലും. അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും സംശയം തോന്നുന്നുണ്ടല്ലേ? തൃശൂലിനെ മുതലാളി കൊണ്ടുപോയിട്ടും അവരുടെ മകനാണവനെന്ന് പറഞ്ഞിട്ടും ഞാൻ എന്തുകൊണ്ടാ വെറുതെ ഇരിക്കുന്നതല്ലേ? തൃശൂലാണ് മുതലാളിയുടെ മകനെന്ന് പറഞ്ഞത് ഞാൻ തന്നെയാ. അവനോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞത് ഞാൻ തന്നെയാ. അമ്മ വിചാരിച്ചു എന്റെ മോൻ വലിയ ആളാവണം, അവനൊരു പണക്കാരനാവണമെന്നൊക്കെ ആഗ്രഹിച്ചു. കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. പക്ഷെ ഞാൻ എന്റെ മകൻ എന്നോടൊപ്പം വളരണമെന്ന് തീരുമാനിച്ചു. അമ്മ മക്കളെ മാറ്റുകയും ചെയ്തു. എന്നിട്ട് എന്തായി? 23 വർഷം. 23 വർഷവും എന്റെ മകനെ പണക്കാരനാക്കാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടു. അവനെ നല്ല രീതിയിൽ തന്നെ വളർത്തണം, നന്നായിട്ട് നോക്കണം, അത് വാങ്ങിക്കൊടുക്കണം, ഇത് വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷേ ഈ പണക്കാരൻ എന്ന് പറഞ്ഞത് എന്റെ തലയിൽ പോലും എഴുതിയിട്ടില്ല. എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എന്റെ കഷ്ടപ്പാടൊക്കെ മുതലാളിക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തതല്ലാതെ എനിക്കൊരു പ്രയോജനം ചെയ്തതേയില്ല. തൃശൂലിനെ പാവപ്പെട്ടവനായിട്ട് വളർത്തേണ്ടി വന്നു. അവന്റെ ഒരു ആഗ്രഹം എനിക്ക് പൂർത്തീകരിക്കാനായില്ല. അവനെ നന്നായിട്ട് പഠിപ്പിക്കാനും എനിക്ക് പറ്റിയില്ല. ത്രിവിക്രമൻ ഉപയോഗിച്ച ഡ്രസ്സുകളെല്ലാം തൃശൂലിന് കൊടുക്കുമായിരുന്നു. അവനാണെങ്കിലോ അതൊക്കെ ഇട്ടിട്ട്, അച്ഛാ ഇതെല്ലാം മുതലാളി തന്നതാ, മുതലാളിയുടെ വീട്ടിൽ നിന്ന് തന്നാന്ന് പറഞ്ഞ് സന്തോഷം കൊണ്ട് അവൻ തുള്ളി ചാടുമായിരുന്നു. അവന്റെ ആ ചിരി കാണുമ്പോ ഞാനും സന്തോഷിക്കായിരുന്നു. പക്ഷെ അമ്മയ്ക്കറിയുമേ ആ ചിരിയുടെ പുറകിൽ എത്രമാത്രം കണ്ണീരുണ്ടെന്ന്. അച്ഛനായിരുന്നിട്ടും സ്വന്തം മകന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു നിർഭാഗ്യവാൻ. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒന്നും. എന്റെ മകന് വേണ്ടി ഒന്നും, ഒരു ഉടുപ്പ് പോലും എനിക്ക് വാങ്ങിച്ചു കൊടുക്കാനായില്ല. അത്രയ്ക്ക് ഭാഗ്യദോഷിയാണമ്മേ ഞാൻ. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. എന്റെ മകനും മുതലാളിയുടെ മകനെ പോലെ ആവണമെന്ന്. അപ്പൊ അമ്മ ചെയ്ത കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലേക്ക് ഓടി വന്നു. അമ്മ ചെയ്തതെല്ലാം വീണ്ടും ചെയ്യണമെന്ന് ഞാൻ അന്ന് മനസ്സിൽ ഉറപ്പിച്ചു. മുതലാളിയുടെ സുഹൃത്ത് സാംബശിവൻ ചെയ്ത DNA ടെസ്റ്റ് ഞാൻ മാറ്റിമറിച്ചു. തൃശൂലിന്റെയും ത്രിവിക്രമന്റെയും പേരുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി. അതുകൊണ്ടും തീർന്നില്ല. ആ റിസൾട്ട് ഞാൻ മുതലാളിയുടെ കയ്യിൽ കിട്ടുന്ന രീതിയിലാക്കി. തൃശൂലിന്റെ മകനാണെന്നുള്ളതിനുള്ള തെളിവ് അവന്റെ DNA റിപ്പോർട്ടാണിത്. മുതലാളി അവനെ സ്വീകരിച്ചു. തൃശൂൽ മുതലാളിയുടെ മകനാണെന്ന് അംഗീകരിച്ചു. അങ്ങനെ ആ വീടിന്റെ അവകാശിയായി ഞാൻ അവനെ മാറ്റിയെടുത്തു. എന്റെ മകൻ ഒരു പണക്കാരനായി രാജകുമാരനെ പോലെ ജീവിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി ഞാനത് ചെയ്തത്. പാവം തൃശൂലിന് പക്ഷെ അതൊന്നും മനസ്സിലായില്ല. അവന് ഞങ്ങളെ വിട്ടുപോകാൻ താല്പര്യമേ ഇല്ലായിരുന്നു. ഞാനും മധുവും കൂടി സംസാരിച്ച് അവന്റെ മനസ്സ് മാറ്റി പോകാൻ പ്രേരിപ്പിച്ചു. തൃശൂൽ മുതലാളിയുടെ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്നു. സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അവന്റെ ജീവിതം ശരിയായെന്ന് കരുതി ഞാനും ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ ആ സമയത്ത് അമ്മ വീണ്ടും ജനിച്ചു വന്ന് അമ്മയുടെ ശക്തിയെല്ലാം ത്രിവിക്രമന് ദാനം ചെയ്തില്ല. അമ്മേ, എന്തിനു വേണ്ടിയായിരുന്നു? അമ്മ ഞങ്ങളോട് ചെയ്തത് ഏറ്റവും വലിയ ദ്രോഹം. അമ്മേ, അമ്മയുടെ ശക്തി കാരണം അമ്മയുടെ കൊച്ചുമകനെ അവൻ എന്തൊക്കെയാ ചെയ്തത്? ഇനി എങ്ങനെ തൃശൂലിനെ രക്ഷിക്കും? അമ്മേ, അവൻ എങ്ങനെ തിരിച്ചു വരും? പറയമ്മേ, എങ്ങനെ വരുമെന്ന് പറ. ത്രിവിക്രമൻ എന്തൊക്കെ ചെയ്യുമോ? എന്റെ മകനെ ഇനിയും ബുദ്ധിമുട്ടിക്കൂ. ആരോടെ ഇനി ചോദിക്കാം? അമ്മേ, എന്തെങ്കിലും ഒന്ന് പറ. ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കാനമ്മേ? ത്രിവിക്രമന്റെ അടുത്ത് നിന്ന് തൃശൂലിനെ ഞാൻ എങ്ങനെ രക്ഷിക്കുമെന്ന് പറയമ്മേ. എന്തെങ്കിലും പറയമ്മേ, എന്തെങ്കിലും പറ. നാഗമാണിക്യം. ഈ നാഗമാണിക്യം ഇത്ര വലിയ സംഭവമായിരുന്നോ? അല്ല, ഈ നാഗമാണിക്യം ആരുടെയിലും ഉണ്ടാവുക? ആരായിരിക്കും അത് സ്വന്തമാക്കിയത്? അത് ആദ്യം മനസ്സിലാക്കണം. തൃശൂലിനെ കാലഗർഭത്തിൽ പൂട്ടിയിട്ടിട്ട് ഓൾറെഡി ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനി ലേറ്റ് ആവും തോറും
എനിക്ക് തന്നെയാ പ്രോബ്ലം. അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നതിന് മുൻപ് തന്നെ എനിക്ക് ആ നാഗമാണിക്യം കണ്ടെത്തിയേ മതിയാവൂ. നാഗമാണിക്യം ഉണ്ടെങ്കിലേ അവനെ കൊല്ലാൻ പറ്റൂ അത്രേ. ഈ നാഗമാണിക്യം എവിടെ ഉണ്ടാവുക? ആദ്യം എനിക്ക് കണ്ടെത്തേണ്ടത് അതാണ്. എന്റെ വഴിയിൽ എന്തിനാ തടസ്സം നിൽക്കുന്നേ? ആ ചോദ്യം ഞാനാണ് ചോദിക്കേണ്ടത്. സമാധാനത്തോടെ ഇരുന്ന് എന്റെ ജീവിതത്തിനെ എന്തിനാണ് നശിപ്പിക്കുന്നത്? ദയവ് ചെയ്ത് എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. തൃശ്ശൂരിൽ എവിടെയാണ് ബന്ധിച്ചിരിക്കുന്നത് എന്ന് പറയൂ. ശിവാനി, 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 നിന്റെ ശബ്ദം എത്ര സോഫ്റ്റാ. വീണ്ടും വീണ്ടും കേട്ടോണ്ടിരിക്കാൻ തോന്നുക എനിക്ക്. നിന്നെ നോക്കി നിൽക്കുമ്പോ സ്വന്തമാക്കാൻ ആഗ്രഹം തോന്നുക. ഇപ്പോഴും സമയം വൈകിട്ടില്ല ശിവാനി. എന്റെ ഒപ്പം വാ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ത്രിവിക്രം, തൃശൂലിനെ ബന്ധിച്ചിട്ട് എന്നെ പേടിപ്പിച്ചിട്ട് എന്നെ നേടാൻ കഴിയുന്നാണോ കരുതിയത്? നീ പറയുന്നത് പോലെയല്ല ഞാൻ കേൾക്കുമെന്ന് കരുതിയോ? അത് നിന്റെ തോന്നലാണ്. എന്റെ പ്രാണൻ പോയാലും ശരി, എന്നെ നിനക്കൊരിക്കലും കിട്ടില്ല ത്രിവിക്രം. നിന്റെ പ്രാണൻ ഇവിടെ ആർക്കാ വേണ്ടത്? നിന്റെ പ്രാണൻ എടുത്തിട്ട് എനിക്കൊന്നും കിട്ടില്ല. അതേസമയം തൃശൂലിന്റെ പ്രാണൻ എടുത്താ എനിക്കെല്ലാം സ്വന്തമാക്കാം. നീയും എന്റെ സ്വന്തമാവും, ആ വീടും എന്റെ സ്വന്തമാവും. എന്താ ഒന്നും മിണ്ടാത്ത ശിവാനി? നിനക്കൊന്നും പറയാനില്ലേ? എന്താ തൃശൂലിനെ ഈ ജന്മത്തിലും നഷ്ടമാവുമെന്ന് പേടിയാണോ നിനക്ക്? എന്നുവെച്ചാ 23 വർഷം മുമ്പ് നിങ്ങൾ രണ്ടുപേരും ഗാന്ധർവ വിവാഹം കഴിച്ചതല്ലേ? നിങ്ങൾ രണ്ടുപേരും ഒന്നാകുന്ന സമയം, ഒരുമിക്കേണ്ടിയിരുന്ന ആ സമയത്ത് തൃശൂൽ, ഓ സോറി, ആദിശേഷനെ കൊന്നു കളഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരെയും ദൂരേക്ക് അകറ്റി, ശരിയല്ലേ?